നമസ്കാരം. രാജ്യത്തെ ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യമുള്ള സംസ്ഥാനം അത് നമ്മുടെ സ്വന്തം കേരളമാണ്. ആരാടാ ഈ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ കുസൃതികൾ. വർഷങ്ങളോളം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് അർഹതപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് പോലും സർക്കാർ ജോലി ലഭിക്കാതെ പലരും ആത്മഹത്യ ചെയ്യുന്നു. ജോലി ലഭിക്കാത്തതിന്റെ പേരിൽ തുടർച്ചയായി ആത്മഹത്യ ചെയ്യുന്ന നാടിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇത്ര ആത്മാർത്ഥതയോടെ രാജ്യത്തെ ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യമുള്ള സംസ്ഥാനം അത് നമ്മുടെ സ്വന്തം കേരളമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം കുസൃതിയാണ് എന്ന് പറഞ്ഞേ പറ്റൂ. ഇനിയിപ്പോൾ മുഖ്യന്റെ ഇഷ്ടക്കാരെ മാത്രമാണോ കേരളത്തിലെ ജനം എന്ന് മുഖ്യൻ ഉദ്ദേശിച്ചതെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് പറയേണ്ടി വരും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകയുള്ള തള്ളുകഥകൾ തീർന്നിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്ര നാണമില്ലാതെ പറയാൻ സാധിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യമുള്ള സംസ്ഥാനം അത് കേരളമാണത്രേ. വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന സംവാദ പരിപാടിയായ മുഖാമുഖം പരിപാടിയിൽ തലസ്ഥാനത്ത് വെച്ച് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ ഈ തള്ളൽ നടക്കുന്നത്. കേരളത്തിൽ പുതിയ സംരംഭകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക പിന്തുണ നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. കേരളത്തിലെ പരമ്പരാഗത മേഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാഹചര്യം വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും സർക്കാർ വക നൽകും. ഒരു വിഭാഗത്തെയും കൈവിടില്ല എന്നതാണ് പൊതുവായ സമീപനം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കണമെന്നും യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നുമെല്ലാം മുഖ്യമന്ത്രി പറയുന്നു. പാർലമെന്ററി ചരിത്രത്തിലെ പുതിയ ഏടായിരുന്നു അത്രേ നവകേരള സദസ്സ്. ആദ്യ യോഗത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം പൊതുവായി കേരളം എങ്ങനെ ഉയർന്നു വരണം എന്നതിനെ കുറിച്ചെല്ലാം നവകേരള സദസ്സിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഏത് രീതിയിൽ അതിജീവിക്കണം എന്നതിനെ കുറിച്ച് ധാരണയുള്ളവരായിരിക്കണം യുവജനങ്ങളെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. നമ്മുടെ യുവജനങ്ങൾ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകരാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് തകർന്നാൽ ഒന്നും നേടാനാകില്ല എന്ന് തിരിച്ചറിവുണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ ഇത് തകർക്കുന്നതെല്ലാം ഇന്നത്തെ സർക്കാരാണ് എന്നത് അടിവരയിടേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ട്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് മാറിപ്പോയതായിരിക്കുമോ എന്നതാണ് സംശയം. കക്ഷി ഉദ്ദേശിച്ചത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനവും സർഗാക്കന്മാർക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുന്ന സംസ്ഥാനവുമാണ് കേരളം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു എന്നാണ് സംശയം. നാക്ക് പിഴവ് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് മാറിപ്പോയതാകാം എന്നാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്കും തോന്നുക.